മനോരമയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് ഓടിച്ച സമയത്ത് ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിക്കേണ്ട ഒരു മാധ്യമ സ്ഥാപനമാണ് ഈ മനോരമ എന്ന് പറയുന്നത്. നെഞ്ച് പൊള്ളിയാണ് ഇവിടെ ശ്രീ കെ കരുണാകരൻ അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്. ഈ മലയാള മനോരമ കാരണമല്ലേ? ഇനിയും എത്രയെത്ര വ്യാജ വാർത്തകൾ ഇവർ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എത്രയെത്ര വ്യാജ വാർത്തകൾ, എത്ര കുടുംബങ്ങൾ തകർത്തിരിക്കുന്നു, എത്ര ബിസിനസ് സ്ഥാപനങ്ങൾ തകർത്തിരിക്കുന്നു, എത്ര രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാവി ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. അതാണ് മലയാള മനോരമ, വിശുദ്ധ മലയാള മനോരമ. അന്ന് ഇവർ മലയാള മനോരമ എഴുതി വെച്ചിരിക്കുന്ന തള്ളുകൾ കേട്ടിട്ടല്ലേ കേരളത്തിലെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഈ VPVV കമ്പനി കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. 1,40,00,000 രൂപയുടെ പരസ്യമാണ് മലയാള മനോരമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ 4ാം തൂണാണല്ലോ മാധ്യമം എന്ന് പറയുന്നത്. ഇവരാണോ ഈ മാധ്യമ പ്രവർത്തനം ഈ നാട്ടിലെ പഠിപ്പിക്കുന്നത്? ഇതേ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള, കയ്യേറ്റം നടത്തിയിട്ടുള്ള വ്യാജ വാർത്തകൾക്ക് കോടതിയിൽ കേസുള്ള മലയാള മനോരമയ്ക്ക് കേരളത്തിൽ ഒരു മഞ്ഞ പത്രത്തിന് വാല്യൂ ഉണ്ടോ? നമസ്കാരം. ഇന്ന് പത്രസമ്മേളനം നടത്തിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മലയാള മനോരമയ്ക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. മനോരമയുടെയും മാമൻ മാത്യുവിൻ്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം കുറച്ചധികം സമയം നീണ്ടു നിൽക്കുന്ന വിമർശനം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ മുഹമ്മദ് റിയാസും മനോരമയ്ക്കെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു. ED അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ വീണ ടിക്കെതിരെയുള്ള അന്വേഷണത്തിൽ തന്നെ ചോദ്യം ചെയ്തു എന്ന രീതിയിൽ മനോരമ ഒരു വാർത്ത കൊടുത്തിരുന്നു. ഹവാല പണം ഉപയോഗിച്ചു എന്നൊക്കെ തരത്തിൽ. അപ്പം അങ്ങനെ ഒരു സംഭവം, ഇത് പച്ചക്കള്ളമാണ്, നിങ്ങൾക്ക് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടി എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പരാതി കൊടുക്കുന്നത്. ഇന്ന് പിണറായി വിജയൻ പറഞ്ഞതും അത് തന്നെയാണ്. തുടർച്ചയായിട്ട് ഈ മലയാള മനോരമ ചിലരെ എന്ന് പറയുമ്പോൾ ഇടത് പ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വ്യാജ വാർത്തകൾ കൊടുക്കുന്നു. അതിനെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണത്തിൽ ഈ CPM ആയിട്ട് ബന്ധപ്പെട്ടവർക്കെതിരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വ്യാജ വാർത്തകൾ മലയാള മനോരമ കൊടുക്കുന്നു എന്നതിൽ യാഥാർത്ഥ്യമുണ്ടോ? മനോരമയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് ഓടിച്ച സമയത്ത് ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിക്കേണ്ട ഒരു മാധ്യമ സ്ഥാപനമാണ് ഈ മനോരമ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ പൊതുബോധത്തെ ഇത്രയും മലീനസമാക്കി കളഞ്ഞതിൻ്റെ മുഖ്യ പങ്ക് വഹിക്കുന്നത് മലയാള മനോരമയാണ്. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക, ഇവർ നടത്തിയിരിക്കുന്ന കയ്യേറ്റങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനുശേഷം ഇവർ വന്നിരുന്ന് പറയുന്ന വാർത്തകൾ നേരെ വിപരീതമല്ലേ? ഇവർ ഈ നാടിനെ മുഴുവൻ നന്നാക്കാൻ വേണ്ടി നടക്കുന്ന സമയത്ത് ഇവർ നടത്തിയിട്ടുള്ള കയ്യേറ്റങ്ങൾക്ക് ആദ്യം ഇവർ കേരളത്തോട് മാപ്പ് പറയണ്ടേ? ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന വ്യാജ വാർത്തകൾ ഇതൊന്നും അല്ല. റിയാസിനെതിരെ ഇപ്പോൾ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടൊരു ആരോപണം ഉന്നയിച്ച് അവർ വാർത്ത ചെയ്തെന്ന് അതൊക്കെ വളരെ നിസ്സാരം. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ലീഡർ ശ്രീ കെ കരുണാകരനെതിരെ വ്യാജ ചാരക്കേസ് ഉണ്ടാക്കിയ മുതലാണ് മലയാള മനോരമ എന്ന് പറയുന്നത്. അതാർക്ക് വേണ്ടി? അന്ന് അവരുടെ വത്സലപുത്രനായിരുന്ന ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയിട്ടാണ് അന്ന് ഈ വ്യാജ വാർത്ത ചമച്ചത്. ചാരക്കേസിൽ നെഞ്ച് പൊള്ളിയാണ് ഇവിടെ ശ്രീ കെ കരുണാകരൻ അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്. ഈ മലയാള മനോരമ കാരണമല്ലേ? ഇനിയും എത്രയെത്ര വ്യാജ വാർത്തകൾ ഇവർ സൃഷ്ടിച്ചിരിക്കുന്നു. ഇപ്പോൾ റിയാസുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന ഹവാലയുടെ വ്യാജ വാർത്ത, അദ്ദേഹം അതിനുവേണ്ടി നിയമ നടപടിക്ക് ഒരുങ്ങുന്നുണ്ട്. നമുക്കൊരു 2005 മുതലുള്ള ഇവരുടെ വ്യാജ വാർത്തകളെക്കുറിച്ച് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 2005 മണർക്കാട് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കേസ് മലയാള മനോരമയെ പ്രസിദ്ധീകരിച്ച വാർത്ത, ഒരു ബ്രാഞ്ച് മാനേജർക്കെതിരെ വലിയ രീതിയിൽ ക്രമക്കേടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആരോപണം ഉന്നയിച്ചത്. പിന്നീട് ഈ വാർത്ത ഖേദമറിയിച്ചുകൊണ്ട് ഇവർക്ക് ഖേദക്കുറിപ്പ് ഇറക്കേണ്ടി വന്നത് 2005. 1967 ഒരു ജോൺസൺ കേസുണ്ട്. അത് സെക്രട്ടേറിയറ്റിലെ ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ. അടുത്തത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 2026 MV ഗോവിന്ദൻ മാഷ് മലയാള മനോരമയ്ക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വ്യാജ വാർത്തയ്ക്കെതിരെ ശക്തമായിട്ട് വക്കീൽ നോട്ടീസ്, 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിന് പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2024 വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ട് നൽകിയ വ്യാജ വാർത്തകൾ, അതും ഡിഫാമേഷന് വേണ്ടിയിട്ട് കോടതിയിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പരിശോധിച്ച് വരുന്ന സമയത്ത്, അതുകൂടാതെ 2010 ഒരു JSS നേതാവിനെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്ത കൊടുത്തു. അതിനുശേഷം പിന്നീട് കോടതി കയറി ഇറങ്ങി. അതിൻ്റെ കേസ് നമ്പർ ഉൾപ്പെടെയുണ്ട്. CC നമ്പർ 63/2011 കേരള ഹൈക്കോർട്ടിൽ ഇപ്പോഴും കിടക്കുന്ന കേസാണത്. അടുത്തത് നമ്മൾ പറയുമ്പോഴത്തേക്ക് MM ലോറൻസിനെ കുറിച്ചുള്ള കുറച്ച് ഫാൾസ് ആയിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ, അതിനവർക്ക് പിന്നീട് ഖേദം പ്രകടിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. 2009 ഒക്ടോബർ 13 വേറൊരു കേസ് വന്നിട്ടുണ്ട്. കംപ്ലൈനന്റിന്റെ പേരെടുത്ത് പറയാതെ ആ കംപ്ലൈനന്റ് ആണ് എന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് ഹൈക്കോടതി നിശിതമായിട്ട് മലയാള മനോരമയെ വിമർശിച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് കിഴാരിയൂർ പഞ്ചായത്തിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ മലയാള മനോരമയ്ക്കെതിരെ വ്യാജ വാർത്ത കൊടുത്തതിന്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന മട്രിമോണിയൽ കേസാണ്. ഇതും കോടതിയിൽ നിന്ന് അതിശക്തമായ ഭാഷയിൽ മലയാള മനോരമയ്ക്ക് വിമർശനം എടുക്കേണ്ടി വന്നു.
അല്ലെങ്കിൽ ശകാരിച്ചു മലയാള മനോരമയെ. ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ എക്സൈസ് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് 2020 പ്രസിദ്ധീകരിച്ച വ്യാജ വാർത്ത അതും ഹൈക്കോടതിയിലുണ്ട്. അതിന്റെ കേസ് നമ്പർ പറയുകയാണെങ്കിൽ CC നമ്പർ 251/2023 അതും ഹൈക്കോടതിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എത്ര വ്യാജ വാർത്തകൾ, എത്ര കുടുംബങ്ങൾ തകർത്തിരിക്കുന്നു, എത്ര ബിസിനസ് സ്ഥാപനങ്ങൾ തകർത്തിരിക്കുന്നു, എത്ര രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാവി ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. അതാണ് മലയാള മനോരമ, വിശുദ്ധ മലയാള മനോരമ. മലയാളിയുടെ പൊതുബോധത്തെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന പത്രസ്ഥാപനമാണ്, പത്ര മുത്തശ്ശിയാണെന്നൊക്കെയാണ് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ളത് അവർക്ക് തന്നെയാണ്. ഇതൊക്കെ സംബന്ധിച്ചു മലയാള മനോരമ ഇല്ലെങ്കിൽ രാവിലെ ടോയ്ലറ്റിൽ പോകാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. എന്നാൽ ഈ ടോയ്ലറ്റിലുള്ള ടിഷ്യൂ പേപ്പറിൻ്റെ എങ്കിലും വാല്യൂ ഉണ്ടോ ഇപ്പോൾ ഈ പേപ്പറിന് എനിക്ക് സംശയമുണ്ട്. എന്തെല്ലാം വ്യാജ വാർത്തകളാണ് അടിച്ചുവിടുന്നത്. ഇപ്പം ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു വാർത്ത കണ്ടു. അത് മംഗളത്തിൻ്റെ ഒരു വാർത്തയാണ്. മംഗളം 5 ദിവസം മുമ്പ് പ്രസിദ്ധീകരിച്ച വാർത്ത മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്ന 5 ദിവസത്തിന് ശേഷമാണ്. ഈ നാട്ടിലെ മുഴുവൻ തട്ടിപ്പുകാർക്കും ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് മലയാള മനോരമയാണ്. മലയാള മനോരമയുടെ പരസ്യവും പിന്നെ ഈ പറഞ്ഞ തട്ടിപ്പുകാരും കൂടെ ചേർന്നാൽ ഈ കേരളത്തിന്റെ മണ്ണിൽ എന്തും നടത്താമെന്നുള്ളതാണ്. അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ ഉടനെ മലയാള മനോരമയുടെ, ഞാൻ പറഞ്ഞല്ലോ, ഈ ടോയ്ലറ്റ് പേപ്പറിന്റെ വിലയില്ലാത്ത ഈ സാധനത്തിൻ്റെ അകത്ത് അവരെക്കുറിച്ച് മോശപ്പെട്ട രീതിയിൽ എഴുതി തീർക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. എത്ര കുടുംബങ്ങളുടെ കണ്ണുനീർ വീണിരിക്കുന്നു, എത്ര ആളുകൾക്കെതിരെ അനാവശ്യമായിട്ട് ഉള്ള വാർത്തകൾ എഴുതിയിരിക്കുന്നു. ഈ വാർത്തകൾ പിന്നീട് എപ്പോഴെങ്കിലും ഇവര് ഒരു ഖേദം അറിയിച്ചിട്ടുണ്ടോ? അല്ല, ഇത്തരം വാർത്തകൾ ഇനി ഒരിക്കൽ തിരുത്തിയാൽ തന്നെ ആദ്യം കൊടുത്ത അത്രയും പ്രാധാന്യം തിരുത്തൽ ഒരു ചെറിയ കോളത്തിൽ കൊടുക്കും. ഒരുത്തരെ എഴുതി കൊല്ലും. കൊന്നു വെച്ചാൽ ഇപ്പം ഞാൻ പറയാം, VPVV എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പ് കമ്പനിയുണ്ട്. അവർക്ക് അമേരിക്ക ബേസ് ചെയ്തിട്ട് അമേരിക്കയുടെ പ്രതിരോധ കരാർ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാള മനോരമ പരസ്യം ചെയ്തത്. മലയാള മനോരമയ്ക്ക് അന്ന് 1,40,00,000 രൂപയുടെ പരസ്യം കൊടുത്തിരുന്നു. ഫ്രണ്ട് പേജിൽ മലയാള മനോരമയിൽ പരസ്യം വന്നു. ആ പരസ്യം കണ്ടിട്ടാണ് കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ VPVV എന്ന് പറയുന്ന കമ്പനിയിൽ കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന്, ആ തട്ടിപ്പിന് കൂട്ടുന്നത് മലയാള മനോരമയല്ലേ? ആ തട്ടിപ്പിന് കൂട്ടുന്നത് ഇപ്പോൾ ആ മലയാള മനോരമ തന്നെ ഈ VPVV കമ്പനിക്കെതിരെ തുടർച്ചയായിട്ട് വാർത്തകൾ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇവിടെ തട്ടിപ്പിന് ഫൗണ്ടേഷൻ ഒരുക്കി കൊടുത്ത ആരാണ് തട്ടിപ്പിന് ഫൗണ്ടേഷൻ ഒരുക്കി കൊടുത്ത ആരാണ്? മലയാള മനോരമയല്ലേ? ഈ VPVV എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് എന്തെങ്കിലും ഒരു സ്റ്റഡി ഇവരുണ്ടായിരുന്നോ? ഇവർ പറഞ്ഞേക്കാണ് മറ്റേ US പ്രതിരോധ മന്ത്രാലയവുമായിട്ട് വാണിജ്യ കരാർ, യുറേനിയം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവരൊക്കെ എവിടെയാണ് യുറേനിയം? VPVVക്ക് ഇവർക്ക് എവിടെയെങ്കിലും ഒരു പ്ലാന്റോ എന്തെങ്കിലും ഉണ്ടോ? ഖനനോ എവിടെയെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അന്ന് ഇവർ മലയാള മനോരമ എഴുതി വെച്ചിരിക്കുന്ന തള്ളുകൾ കേട്ടിട്ടല്ലേ കേരളത്തിലെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഈ VPVV കമ്പനി കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. 1,40,00,000 രൂപയുടെ പരസ്യമാണ് മലയാള മനോരമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ തട്ടിപ്പിന് കൊടപിടിച്ചു കൊടുത്ത സ്ഥാപനമാണ് മലയാള മനോരമ. ആ മനോരമയാണ് ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ പറഞ്ഞ ആ VPVV കമ്പനിക്കെതിരെ തുടർച്ചയായിട്ട് ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്ന മലയാള മനോരമ, വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് മനുഷ്യരുടെ ജീവിതം നശിപ്പിക്കുന്ന മലയാള മനോരമ, ആ മലയാള മനോരമ എങ്ങനെയാണ് ഇവിടെ വിശദീകരിക്കപ്പെടുന്നത്? ഇവരാണോ ഈ നാടിനെ നന്നാക്കാൻ വേണ്ടി നടക്കുന്നത്? ഇവരാണോ ഈ നാടിന്റെ പ്രതിപക്ഷം എന്ന് പറയുന്നത്? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ 4ാം തൂണാണല്ലോ മാധ്യമം എന്ന് പറയുന്നത്. ഇവരാണോ ഈ മാധ്യമ പ്രവർത്തനം ഈ നാട്ടിലെ പഠിപ്പിക്കുന്നത്? ഇതേ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള, കയ്യേറ്റം നടത്തിയിട്ടുള്ള വ്യാജ വാർത്തകൾക്ക് കോടതിയിൽ കേസുള്ള മലയാള മനോരമയ്ക്ക് കേരളത്തിലൊരു മഞ്ഞ പത്രത്തിന് വാല്യൂ ഉണ്ടോ? എന്നാലും എല്ലാ മലയാളികളുടെയും വീട്ടിൽ മലയാള മനോരമ എത്തണം രാവിലെ. ഈ കള്ളം വായിച്ച് ഓരോ മലയാളിയും അവൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അതിരാവിലെ ഇവർ പടച്ചുവിടുന്ന വാർത്തകൾ, ഈ വാർത്തകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടാവുന്നില്ല? അതിശക്തമായിട്ട് വരുന്നു വരണ്ടേ? എനിക്കത് പല ഇടതുപക്ഷക്കാരുടെ വീട്ടിൽ പോലും ഈ പറഞ്ഞ ഈ മലയാള മനോരമ വരുത്തുന്നുണ്ട്. പല ഓഫീസുകളിൽ മലയാള മനോരമ വരുത്തുന്നുണ്ട്. അവിടെ മറ്റു പത്രങ്ങളുണ്ടാവും, മറ്റു പത്രങ്ങൾ തുറന്നു പോലും നോക്കത്തില്ല. കള്ളം മാത്രം എഴുതുന്ന ഒരു പത്രം, വ്യാജം മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്രം, അതിനുശേഷം വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്നു. കാഴ്ചയിലുള്ള ഒരു പകിട്ടില് പലപ്പോഴും മലയാളി വിടാറുണ്ട്. അതായിരിക്കും പ്രധാനമായും. പിന്നെ അവരുടെ ബ്രാൻഡിങ്ങിലുള്ള ഒരു വിജയം. ഇതൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷെ അവരുടെ ചാനൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? തുടങ്ങിയ അന്നത്തെ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയല്ലേ ഇപ്പോഴും ഇരിക്കുന്നത്? എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അതേ രീതിയിൽ തന്നെയല്ലേ പോകുന്നത്. റേറ്റിംഗിൽ എവിടെയാണ് കിടക്കുന്നത്? അപ്പോൾ മനോരമ എങ്ങനെ റൺ ചെയ്യുന്നത് മനോരമയ്ക്ക് തന്നെ അറിയത്തില്ല. നഷ്ടത്തിലൂടെ ചാനലാണ് മലയാള മനോരമ എന്ന് പറയുന്നത്, മനോരമ ന്യൂസ് എന്ന് പറയുന്നത്. ഇടതുപക്ഷം തയ്യാറാവേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മുഹമ്മദ് റിയാസിനെതിരെ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ വ്യാജ വാർത്തയിൽ അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകണം. ഇനി ഒരാൾക്ക് നേരെ ഒരു വ്യാജ വാർത്ത അടിക്കാൻ വേണ്ടിയിട്ട് മലയാള മനോരമയ്ക്ക് ധൈര്യം വരരുത്. ഇവർക്കുള്ള ധൈര്യം എന്താണ്? ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. ഇവരുടെ കയ്യിലൊരു മാധ്യമം ഇരിക്കുന്നു. എന്തെഴുതി വിട്ടാലും ഇതിലൊരു കുറവ് വരില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട്. കാരണം ഇവരെ രാഷ്ട്രീയക്കാർക്ക് പേടിയാണ്, മറ്റു മാധ്യമങ്ങൾക്ക് പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പേടിയാണ്. അതായത് ബ്യൂറോക്രസിക്കും ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിനും ഒക്കെ ഇവരെ പേടിയാണെങ്കിൽ പിന്നെ ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? ആർക്കെന്ത് ചെയ്യാൻ പറ്റും? എത്ര ഉദ്യോഗസ്ഥന്മാർക്കിതിരെ വളരെ മോശപ്പെട്ട വാർത്ത ചെയ്തിട്ടുണ്ട്.
ഇവർ നല്ലത് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ലതൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇവർ ചെയ്യുന്ന ഈ വ്യാജ വാർത്തകൾ ഇത് അവസാനിപ്പിക്കേണ്ടതല്ലേ? ഇപ്പൊ നടക്കുന്ന ഈ പൊളിറ്റിക്കൽ അറ്റാക്കിന് പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടാവും? അല്ല, പൊളിറ്റിക്കൽ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ മനോരമ BJPക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നു. അതായത് മുൻകാലങ്ങളിൽ ഇത്രയും നമ്മൾ വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് അനുകൂലം എന്ന് പറയുന്നതെന്ന് മാറിയോ? കോൺഗ്രസ് അനുകൂല നിലപാടുകളിൽ നിന്നൊക്കെ എന്നേ മാറി. ഈ പ്രാവശ്യം കോൺഗ്രസിനെ സഹായിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മലയാള മനോരമ ചെയ്തോ? ഇല്ലല്ലോ. ഏതാനും ചില വാർത്തകൾ കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി സാറിനെ ഒക്കെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് മലയാള മനോരമ പ്രവർത്തിച്ച മാതിരിയൊന്നും UDFന് വേണ്ടിയിട്ട് മലയാള മനോരമ പ്രവർത്തിച്ചിട്ടില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടതുപക്ഷം ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കണം. ഇത് BJPക്ക് വേണ്ടിയിട്ട്, BJPക്ക് ഇവിടെ കളമൊരുക്കാൻ വേണ്ടിയിട്ട് ഇവർ കാട്ടിക്കൂട്ടുന്നതാണ്. CPM നേതാക്കന്മാരെ ഇല്ലാതാക്കുക, ഇടതുപക്ഷ സംഘടനകളെ ഇല്ലാതാക്കുക, ഇടതുപക്ഷ നേതാക്കന്മാരെ ഇല്ലാതാക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി മലയാള മനോരമയെ നിലയ്ക്ക് നിർത്താത്ത പക്ഷം മലയാള മനോരമ വിളമ്പുന്ന നുണകൾക്കേറ്റ് നമ്മുടെ പൊതുബോധം വേറെ രീതിയിലേക്കാകി പോകും എന്ന കാര്യം മലയാളി ഇനിയെങ്കിലും മറക്കരുത്. നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പച്ചക്കള്ളങ്ങളാണ്, ഇവരുടെ ബിസിനസ് താല്പര്യങ്ങളാണ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇവർ ഒറ്റ കാര്യത്തിന് മാത്രം ഇവർ മറുപടി പറഞ്ഞാൽ മതി. ഈ VPVV എന്ന് പറയുന്ന കമ്പനി 700 കോടി രൂപയുടെ തട്ടിപ്പ് US കരാറുണ്ടെന്നും പറഞ്ഞു, പ്രതിരോധ കരാറുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ പങ്ക് ഇവർക്കാണ്. ഇവരാണ് അതിന് പരസ്യം കൊടുത്തത്. അപ്പോൾ ഇവർക്ക് വരെ ഉത്തരവാദിത്വമില്ലേ? കേരളത്തിലെ പാവം പിടിച്ച ആളുകളുടെ 700 കോടി രൂപ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കളമൊരുക്കി കൊടുത്തവരല്ലേ? ഇവരും ആ ക്രൈമിൻ്റെ പാർട്ടല്ലേ? അങ്ങനെ എത്രയോ തട്ടിപ്പ് കമ്പനികളൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴും ഇവർ പരസ്യം ചെയ്യുന്നു. ഇതൊക്കെ അവസാനിപ്പിക്കണ്ടേ? ഏതെങ്കിലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. മലയാള മനോരമയെ നിലയ്ക്ക് നിർത്തേണ്ട സമയമാണ്. അത് വേണ്ട രീതിയിൽ ഇടതുപക്ഷം പ്രയോജനപ്പെടുത്തും എന്ന് തന്നെയാണ് കരുതുന്നത്.